കഞ്ചാവ് പുലിപ്പല്ല് കേസിന് പിന്നാലെ റാപ്പർ വേടൻ ഇപ്പോൾ നാട്ടിൽ തരംഗം സൃഷ്ടിക്കുകയാണ്. എന്നാൽ വേടനെ കുടുക്കി ആളാകാൻ നോക്കിയ ഉദ്യോഗസ്ഥർക്ക് പണി ഒന്നൊന്നായി പിന്നാലെയുണ്ട്. പുലിപ്പല്ല് കേസ് വിവാദത്തിൽ വനംവകുപ്പ് റേഞ്ച് ഓഫീസർക്കാണ് ആദ്യം പണി കിട്ടിയത്. കോടനാട് റേഞ്ച് ഓഫീസർ അധീഷിനെ മലയാറ്റൂർ ഡിവിഷന് പുറത്തേക്ക് സ്ഥലം മാറ്റി. വിശദമായ അന്വേഷണം നടത്തി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി AK ശശീന്ദ്രൻ വനം മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ച ശേഷം മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനം. കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ വിവരിച്ച കോടനാട് റേഞ്ച് ഓഫീസർ അധീഷിനെ മലയാറ്റൂർ ഡിവിഷന് പുറത്തേക്ക് സ്ഥലം മാറ്റാനാണ് വനം മന്ത്രി AK ശശീന്ദ്രൻ ഉത്തരവിട്ടത്. പ്രതിക്ക് ശ്രീലങ്കൻ ബന്ധമുണ്ടെന്ന തരത്തിൽ സ്ഥിരീകരിക്കാത്ത പ്രസ്താവനകൾ അന്വേഷണ മധ്യേ മാധ്യമങ്ങൾക്ക് മുൻപാകെ വെളിപ്പെടുത്തിയത് ശരിയായ അന്വേഷണ രീതിയല്ലെന്ന് വാർത്താക്കുറിപ്പിൽ പറയുന്നു. വകുപ്പ് തല അന്വേഷണത്തിന് വിധേയമായാണ് സ്ഥലം മാറ്റം. പ്രഥമ ദൃഷ്ടിയ സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമായി കണ്ടാണ് നടപടി. വിശദമായ അന്വേഷണം നടത്തി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം മേധാവിക്ക് നിർദ്ദേശം നൽകി. റിപ്പോർട്ട് ലഭിച്ച ശേഷം മറ്റ് തുടർ നടപടികൾ സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളുമെന്ന് മന്ത്രി അറിയിച്ചു. കേസിൽ വേടനെതിരെ പ്രഥമ ദൃഷ്ടിയ കുറ്റകൃത്യമില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. റാപ്പർ വേടന്റെ മാലയിലെ പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് കണ്ടെത്തേണ്ടത് ശാസ്ത്രീയ പരിശോധനയിലാണെന്നും പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ജാമ്യ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. വേടനെതിരെ സമാനമായ കുറ്റകൃത്യമില്ലെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. പുലിപ്പല്ല് തിരികെ നൽകാൻ ഒരുങ്ങിയ വനം വകുപ്പിനോട് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മതിയെന്നാണ് വേടൻ പറഞ്ഞത്. മൊബൈൽ ഫോണും പുലിപ്പല്ല് അടങ്ങുന്ന മാലയും തിരികെ നൽകിയെങ്കിലും മൊബൈൽ ഫോണും മാലയും മാത്രമാണ് വേടൻ വാങ്ങിയതെന്നാണ് വിവരം. പുലിപ്പല്ല് കൈവശം വെച്ചതിന് വനം വകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസിൽ റാപ്പർ വേടന് ഏപ്രിൽ 30-നാണ് ജാമ്യം ലഭിച്ചത്. താൻ മനഃപൂർവ്വം തെറ്റ് ചെയ്തിട്ടില്ലെന്നും ആരാധകർ സമ്മാനിച്ച വസ്തു സ്വീകരിക്കുക മാത്രമാണ് ചെയ്തതെന്നുമായിരുന്നു വേടൻ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നത്. ജാമ്യാപേക്ഷയെ വനംവകുപ്പ് എതിർത്തെങ്കിലും അത് തള്ളിയാണ് കോടതി ഉപാധികളുടെ ജാമ്യം അനുവദിച്ചത്. ന്യൂസ് ഡെസ്ക്, News 18.